നമ്മൾ റോമാലേഖനം 9-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലന്റെ ജഡപ്രകാരമുള്ള തൻ്റെ ചാർച്ചക്കാരായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മനോഭാവത്തെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇങ്ങനെ വായിക്കുന്ന, ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു, ഞാൻ പറയുന്നത് ഫോഷ്കല്ല, എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാതെ നോവുമുണ്ട് എന്ന് എൻ്റെ മനസ്സാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു. ജഡപ്രകാരം എൻ്റെ ചാർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്തനാകുവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. അതെൻ്റെ ഹൃദയത്തിലുള്ള ആ ഒരു ആഗ്രഹവും വാഞ്ചയും എരിവും അവിടെ കാണുന്നത്. അറിയാം, കർത്താവിനെ സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് ഈ ഒരു മനോഭാവമായിരുന്നു. മനുഷ്യവർഗത്തെ വീണ്ടെടുക്കാനായിട്ട് പിതാവിനോടുള്ള സംസർഗം വിട്ട് ശാപത്തിന് കീഴായിട്ട് കർത്താവ് ഈ ഭൂമിയിൽ നമ്മളെ തേടി വന്നു. അപ്പോസ്തലന് തൻ്റെ പ്രിയപ്പെട്ടവരോടുള്ള ബന്ധത്തിൽ അതേ ഒരു മനോഭാവം കാണാൻ കഴിയുന്നു. ഇവിടെ താൻ പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്തനാകുവാൻ ആഗ്രഹിക്കാമായിരുന്നു. അപ്പൊ യഥാർത്ഥ വീണ്ടുജന്മം പ്രാപിച്ച ഓരോ വ്യക്തിയിലും ഉണ്ടാവേണ്ട ഒരു ആന്തരിക ദാഹം ഇതായിരിക്കണം. നമ്മുടെ വീണ്ടുജന്മം പ്രാപിക്കാത്ത പ്രിയപ്പെട്ടവരോടുള്ള ബന്ധത്തിൽ പല കാര്യങ്ങളിലും ഉറച്ച നിലപാടുകൾ എടുക്കുകയും അവരോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പം തന്നെ നമ്മുടെ ഉള്ളിൽ അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു വലിയൊരു ആഗ്രഹം നമുക്ക് ഉണ്ടാവണം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ക്രിസ്തീയത്തിൻ്റെ വഴിയിൽ പലപ്പോഴും നമ്മൾ തെറ്റിപ്പോവാറുണ്ട്. അവരെ നമ്മുടെ ശത്രുക്കളെ പോലെ കാണുകയും അവരോട് അകന്നു നിൽക്കുകയൊക്കെ ചെയ്യുമ്പം പലപ്പോഴും പല സാഹചര്യങ്ങളിലും അങ്ങനെയുള്ള നിലപാട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കുണ്ടാകേണ്ട ഒരു ദാഹം ഇതാണ്. നമ്മുടെ ലിവിങ് ബൈബിളില് 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഓ ഇസ്രായേൽ, മൈ പീപ്പിൾ, ഓ മൈ ജൂയിഷ് ബ്രദേഴ്സ്, how I long for you to come to Christ. My heart is heavy within me and I grieve bitterly day and night because of you. Christ knows that the Holy Spirit knows that it is no more pretense when I say that I would be willing to be forever damned if that would save you. തൻ്റെ ഉള്ളിലുള്ള ആ ഒരു ആന്തരിക നിലവിളി, നഷ്ടപ്പെട്ടു പോകുന്ന ഓരോ ആത്മാക്കളെ കുറിച്ചും നമുക്കും അങ്ങനത്തെ ഒരു നിലവിളി വേണം. ദൈവേഷ്ടം എന്താ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം സകല മനുഷ്യരും രക്ഷിക്കപ്പെടുവാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. ദൈവത്തിന്റെ ഇച്ഛ, വില്ല്, ആരും നശിച്ചു പോവാതെ എല്ലാവരും നിത്യവും പ്രാപിക്കണമെന്നുള്ളതാണ്. നമ്മളും ആന്തരികമായിട്ട് ആത്മീയമായിട്ട് വളരും തോറും നമ്മുടെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു ആഗ്രഹം വർദ്ധിച്ചു വരുന്നില്ലെങ്കിൽ നമുക്ക് ക്രിസ്തുവിന്റെ അതേ മനോഭാവമാണ് ഉള്ളതെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ ഫിലിപ്പിയർ വായിക്കുന്നുണ്ട്, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് തന്നെത്താൻ താഴ്ത്തി. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നമ്മളെ രക്ഷിക്കാനായിട്ട്. നമ്മളോടുള്ള ബന്ധത്തിലും നമ്മൾ ഈ സ്വർഗീയ പൗരത്വം പ്രാപിച്ചതിന് ശേഷം നശിച്ചു പോകുന്ന ആത്മാക്കളോടുള്ള ബന്ധത്തിൽ ഇങ്ങനത്തെ ഒരു ദാഹം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ആവശ്യമാണ്. നമ്മൾ ഒരിക്കലും കർത്താവിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ട ഒത്തിരി പേര് അവിടെ കാണാതെ വരുമ്പം സ്വാഭാവികമായിട്ടും നമുക്കൊരു ദുഃഖമുണ്ടാകും. പ്രധാനമായിട്ടും നമ്മൾ
നമ്മുടെ ഭർത്താക്കന്മാര്, ഭാര്യമാര്, കുഞ്ഞുങ്ങള്, അടുത്ത ബന്ധുക്കളൊക്കെ അവിടെ ഇല്ലാതെ വരികയും നാം അവിടെ ആയിരിക്കുകയും ചെയ്യാന്ന് പറയുമ്പം അതിനകത്തൊരു ദുഃഖത്തിന്റെ ഒരവസ്ഥയുണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു ലോങ്ങിങ് എപ്പോഴും ആവശ്യമാണ്. രക്ഷയിലേക്ക് കടന്നു വരാത്ത പ്രിയപ്പെട്ടവരോടുള്ള ബന്ധത്തിൽ ഇതേ ഒരു മനോഭാവം നമുക്കുണ്ടാവണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. തുടർന്ന് 4-ാം വാക്യത്തിലേക്ക് വരുമ്പം ഇസ്രയേലിനെ കുറിച്ചാണ് പറയുന്നത്. അവർ ഇസ്രയേലിയർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ, പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നല്ല ഉത്ഭവിച്ചത്. അവൻ സർവ്വത്തിനും ഇത് ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. ഇസ്രയേലിനോടുള്ള ബന്ധത്തില് എല്ലാം അവർക്കുള്ളതായിരുന്നു എന്നാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ലിവിംഗ് പറഞ്ഞിരിക്കുന്ന ദൈവം നിങ്ങൾക്ക് ധാരാളമായിട്ട് തന്നു, എന്നിട്ടും നിങ്ങൾ അവനെ ശ്രദ്ധിക്കുന്നില്ല. അവൻ നിങ്ങളെ തനിക്ക് പ്രിയരായിട്ട് തിരഞ്ഞെടുത്തു. അതുപോലെ നിങ്ങളെ തേജസ്സിന്റെ മേഘത്തിന്റെ കീഴിൽ നിങ്ങളെ നടത്തിക്കൊണ്ടുവന്നു. ദൈവത്തിന് നിങ്ങളെ അനുഗ്രഹിക്കണമെന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. അവൻ തന്റെ പ്രമാണങ്ങൾ, ന്യായപ്രമാണം നിങ്ങൾക്ക് തന്നതിന്റെ ഉദ്ദേശം നിങ്ങൾ അതെല്ലാം അനുസരിച്ച് നടക്കണമെന്നുള്ളതായിരുന്നു. അതുപോലെ ആരാധന എന്ന അവകാശം ദൈവം നിങ്ങൾക്ക് തന്നു. നിങ്ങൾക്ക് വാഗ്ദത്തങ്ങൾ തന്നു. മഹാന്മാരായ പിതാക്കന്മാരെ ദൈവം നിങ്ങൾക്ക് തന്നു. ക്രിസ്തു നിങ്ങളിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ഒരു ജഡപ്രകാരം ക്രിസ്തു നിങ്ങളിൽ നിന്നാണ് ഉത്ഭവിച്ചത്. അവന് ഇന്നെല്ലാത്തെയും ഭരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവമായിട്ടിരിക്കുന്നു. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അവർക്ക് ദൈവം എല്ലാം കൊടുത്ത് അവരെ തെരഞ്ഞെടുത്തിട്ട്, പക്ഷേ തുടർന്ന് 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, ദൈവത്തിന് വൃഥാവായി പോയി എന്നല്ല, ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവരല്ല ഇസ്രായേലിയർ എന്നും അബ്രഹാമിന്റെ സന്തതിയാകിയാൽ എല്ലാവരും മക്കൾ എന്നും വരികയില്ല. ഇതിനകത്ത് മറഞ്ഞിരിക്കുന്ന ഒരു സത്യമുണ്ട്. തുടർന്ന് പറഞ്ഞ, ഇസ്ഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്നേ ഉള്ളൂ. അബ്രഹാമിന്റെ മക്കളായതുകൊണ്ട് എല്ലാവരെയും മക്കളെന്ന് വിളിക്കാൻ പറ്റത്തില്ല. ദൈവം പറഞ്ഞ ഇസ്ഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും. ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പം ഒത്തിരി നാമോദയ ക്രിസ്ത്യാനികളെ കാണാൻ കഴിയും. പക്ഷെ ദൈവം അവരെ മക്കളായിട്ട് അംഗീകരിച്ചിട്ടില്ല. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഗലാത്യർ 4-ാം അധ്യായം 28-ന്റെ 31 വരെ വായിക്കുമ്പോൾ, നാമോ സഹോദരന്മാരെ ഇസ്ഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാകുന്നു. എന്നാൽ അന്ന് ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു. തിരുവെഴുത്ത് എന്ത് പറയുന്നു? ദാസിയെ മകനെ പുറത്താക്കി ദാസിയുടെ മകൻ സ്വതന്ത്ര മകനോടുകൂടി അവകാശിയാകിയില്ല. അങ്ങനെ സഹോദരന്മാരെ, നാം ദാസിയുടെ മക്കളല്ല, സ്വതന്ത്രയുടെ മക്കളത്രേ. ഗലാത്യർ 4:28 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന 29-ാം വാക്യത്തിൽ, എന്നാൽ അന്ന് ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു. ഇന്ന് നമ്മൾ നോക്കുമ്പം ഈ നാമത്തിൽ ക്രിസ്ത്യാനികളായിരിക്കുന്ന ഒരു വലിയ ജനക്കൂട്ടത്തിന്റെ മധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. റോമാലേഖനത്തില് അപ്പോസ്തലൻ ഇങ്ങനെ എഴുതി, നിങ്ങൾ നിമിത്തം എന്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു. പക്ഷെ അങ്ങനെ ദൈവനാമത്തെ ദുഷിക്കുന്ന, ദൈവവചനത്തിന്റെ പ്രമാണങ്ങളെ അനുസരിക്കാതെ ലംഘിച്ച് ദൈവനാമം ദുഷിക്കുന്ന ഒരു വലിയ ജനക്കൂട്ടത്തിന്റെ മധ്യത്തിലാണ് നാം എല്ലാവരും ആയിരിക്കുന്നത്. ഇവിടെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത്, നമ്മളിലൂടെ വേണം ക്രിസ്തുവിന്റെ നാമം മഹത്വപ്പെടത്തക്കവണ്ണം ഒരു ജീവിതം നമ്മൾ നയിക്കാൻ. വെളിച്ചമെന്ന് പറഞ്ഞ് ഇരുളായിരിക്കുന്ന ഒരു തലമുറയുടെ മധ്യത്തിൽ
യഥാർത്ഥ വെളിച്ചമായിരുന്നു കൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ എന്നുള്ളത് ലോകത്തിന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു വിളിയാണ് നമുക്കുള്ളത്. ദൈവം അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മേൽ വലിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു വ്യക്തി, ക്രിസ്തുവിനെ അറിയുന്ന ഒരു വ്യക്തി എങ്ങനെ ആയിരിക്കണമെന്നുള്ളത് നമ്മളെ കണ്ടിട്ട് വേണം മറ്റുള്ളവർ മനസ്സിലാക്കാൻ. അവന്റെ ചിന്തകൾ എങ്ങനെ ആയിരിക്കണം, അവന്റെ സംസാരം എങ്ങനെ ആയിരിക്കണം, അവന്റെ പ്രവൃത്തികൾ എങ്ങനെ ആയിരിക്കണം, അവന്റെ ജീവിത രീതി എന്തായിരിക്കണം. അപ്പോസ്തലൻ സഭകൾക്ക് ദൂതെഴുതുമ്പം ഇങ്ങനൊരു കാര്യം പറയുന്നുണ്ട്: ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളാകുവീൻ. എൻ്റെ നടപ്പ്, ഉദ്ദേശം, വിശ്വാസം ഇതെല്ലാം നീ പിന്തുടരാനാണ് പറയുന്നത്. അങ്ങനെ ഒരു ദൗത്യവുമായിട്ടാണ് ദൈവം ഈ ഇരുണ്ട യുഗത്തിൽ നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ കുടുംബത്തിൽ ഒരു മാതൃകയായിരിക്കാൻ, നമ്മുടെ ദേശത്തൊരു മാതൃകയായിരിക്കാൻ, നമ്മുടെ സഭകളിൽ ഒരു മാതൃകയായിരിക്കാൻ, ആത്മപ്രകാരം അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. 8-ാം വാക്യം, അതിന്റെ അർത്ഥമോ ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിന്റെ മക്കൾ, വാഗ്ദത്ത പ്രകാരം ജനിച്ച മക്കളെ അത്രേ സന്തതി എന്ന് എണ്ണുന്നു. അതുകൊണ്ടാ കർത്താവ് നിക്കോദീമോസിനോട് പറഞ്ഞല്ലോ, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. അപ്പൊ നമ്മളെ ആത്മാവിൽ ജനിപ്പിച്ചതിന്റെ ഉദ്ദേശം ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാനായിട്ടാണ്. ആത്മാവിനെ അനുസരിച്ച് നടന്ന് ആത്മാവിന്റെ ഫലം പുറപ്പെടുവിച്ച് ദൈവം എന്ത് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു അത് ഇരുണ്ട യുഗത്തിൽ ഉയർത്തി കാട്ടാനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അവർക്കാണ് ദൈവത്തിന്റെ എല്ലാ വാഗ്ദത്തങ്ങളും നൽകപ്പെട്ടിരിക്കുന്നത്. അത് 9-ാം വാക്യത്തിൽ വീണ്ടും അതിനെ വിശദീകരിക്കുമ്പോൾ, ഈ സമയത്തേക്ക് ഞാൻ വരും, അപ്പോൾ സാറയ്ക്കൊരു മകൻ ഉണ്ടാകും എന്നല്ലോ വാഗ്ദത്ത വചനം. ഉൽപ്പത്തി 18-ാം അധ്യായത്തില്, ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മളിത് കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 18-ൽ അവിടെ ദൈവം വാഗ്ദത്തം കൊടുക്കുമ്പോൾ ഇതിന്റെ 10-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്: ഒരാണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ വരും, അപ്പോൾ നിന്റെ ഭാര്യ സാറയ്ക്കൊരു മകനുണ്ടാകുമെന്ന് അവൻ പറഞ്ഞു. അപ്പൊ സാറയിൽ നിന്ന് അബ്രഹാമിനുണ്ടാകുന്ന സന്തതിയാണ് വാഗ്ദത്ത സന്തതി, അല്ലെ വാഗ്ദത്തത്തിൽ ജനിച്ച സന്തതി. പക്ഷെ അബ്രഹാമിന് വേറെ ഒത്തിരി കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, പല ഭാര്യമാരിൽ ജനിച്ച പല മക്കളുണ്ടായിരുന്നു. അവർക്കൊന്നും ആ ഒരു പദവി കിട്ടിയില്ല. ഇസ്ഹാക്കിന് മാത്രമേ ആ പദവി കിട്ടിയുള്ളൂ. 10-ാമത്തെ വാക്യത്തിൽ അത്രയുമല്ല, റിബേക്കയും നമ്മുടെ പിതാവ് ഇസ്ഹാക്ക് എന്ന ഏകനാൽ ഗർഭം ധരിച്ചു, കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ തെരഞ്ഞെടുപ്പിന് പ്രകാരമുള്ള ദൈവനിർണയം പ്രവൃത്തികൾ നിമിത്തമല്ല വിളിച്ചവൻ ഇഷ്ടം തന്നെ എന്ന് വരേണ്ടതിന് മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് അരുളി ചെയ്തു. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പിനോടുള്ള ബന്ധത്തിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു വരുന്നത്. അപ്പം റിബേക്കയ്ക്ക് കുട്ടികൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ, അവര് ഗുണമോ ദോഷമോ ഒന്നും പ്രവർത്തിക്കുന്നതിന് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം പ്രവൃത്തികൾ നിമിത്തമല്ല വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം തന്നെ എന്ന് വരേണ്ടതിന്. ഇത് രാത്രി നമ്മളൊക്കെ ഇവിടെ ഒന്നിച്ചായിരിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ബോധ്യവും ധൈര്യവും ഉണ്ട്. നമ്മൾ തെരഞ്ഞെടുത്തതല്ല ഈ ഒരു വഴി. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. നമ്മൾ പാടുമ്പം പാടാറുണ്ടല്ലോ, ഇത്ര മഹത്വമുള്ള പദവിയെ ഈ പുഴുക്കൾക്കരുളാൻ പാത്രത ഏതുമില്ല. അപ്പൊ ദൈവം നോക്കി നമ്മളോട് കരുണ തോന്നിയിട്ട് നമ്മളെ തിരഞ്ഞെടുത്തതാണ്. യോഹന്നാന്റെ 4-ാം അധ്യായം നമ്മൾ വായിക്കുമ്പം നമ്മൾ അവനെ സ്നേഹിച്ചതല്ല, അവൻ ആദ്യം നമ്മളെ സ്നേഹിച്ചു. അപ്പൊ അത് നമുക്ക് വളരെയേറെ ധൈര്യവും ഉത്സാഹവും തരുന്ന ഒരു സത്യമാണ്.
നമ്മൾ കഴിഞ്ഞ ദിവസം ആ കാര്യം ചിന്തിച്ചിരുന്നു. നീതി എന്ന കവചം എന്ന് പറഞ്ഞാൽ ദൈവം പ്രിയനായവനിൽ നമ്മളെ ദത്തെടുത്തു. ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മളെ കണ്ടു, നമ്മളെ തിരഞ്ഞെടുത്തു, സർവ്വസ്നായ പിതാവിന്റെ മക്കളും അവകാശികളുമാക്കി തീർത്തു. അതിനകത്ത് നമ്മുടെ പങ്ക് എന്താ? നമ്മളങ്ങനെ ആഗ്രഹിച്ചതോ ചിന്തിച്ചതോ ആയിരിക്കത്തില്ല. മിക്കവാറും പേരോട് ചോദിച്ചു, അവർക്കെല്ലാം പറയുന്നൊരു കാര്യം ഞാനിങ്ങനെ ആഗ്രഹിക്കുകയോ ചിന്തിക്കുകയോ പോലും ചെയ്തതല്ല. അപ്പൊ ദൈവം എന്നെ ലോകസ്ഥാപനത്തിന് മുമ്പ് കണ്ട് ക്രിസ്തുവിൽ എന്നെ തിരഞ്ഞെടുത്ത് ഇന്ന് ഈ രാത്രി നമ്മൾ ഒന്നിച്ചായിരിക്കുമ്പം ഇത് നമുക്ക് വളരെ ധൈര്യവും സന്തോഷവും തരേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പ്രാപ്തരായിട്ടല്ല, യോഗ്യത ഉണ്ടായിട്ടല്ല, നേരെ മറിച്ച് ദൈവത്തിന് അങ്ങനെ പ്രസാദം തോന്നി. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. റിബേക്കയ്ക്ക് മക്കൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ മൂത്തവൻ ഇളയവനെ സേവിക്കും. അവരൊന്നും ജനിച്ചിട്ടില്ല, ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല. പക്ഷെ പ്രവർത്തിക്കുകയും ചെയ്യും മുമ്പേ തിരഞ്ഞെടുപ്പ് പ്രകാരമുള്ള ദൈവനിർണയം. ഇത് വളരെ കൺഫ്യൂഷൻ അല്ലെ, ഒരു സംശയം ഉണ്ടാക്കുന്ന ഒരു ഭാഗമായി. നമ്മുടെ ബുദ്ധി കൊണ്ട് ഇത് ഉൾക്കൊള്ളാൻ വളരെ വിഷമമാണ്. നമുക്കറിയാം, ഈ ക്രിസ്ത്യ ലോകത്ത് രണ്ട് ധാരകളുണ്ട്, ആർമിനിസ്റ്റും കാൽവിനിസ്റ്റും. ഒരു കൂട്ടർ പറയുന്നേ ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെ തിരഞ്ഞെടുത്തതാണ്, നമ്മുടെ പ്രവൃത്തിയൊന്നും കാരണമല്ല, അതുകൊണ്ട് തിരഞ്ഞെടുത്തതിന് ശേഷവും നമ്മൾ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ നിത്യതയിൽ എത്തിച്ചേരും. ഒരു കൂട്ടർ പറയുന്നത് അങ്ങനല്ല, ഇതിനകത്ത് നമ്മുടെയും തെരഞ്ഞെടുപ്പ് ദൈവനിർണയ പ്രകാരമാണേലും നമ്മുടേതായ ഒരു പങ്ക് നിർവഹിക്കാനുണ്ട്. ഇത് പലപ്പോഴും നമ്മളെ കൺഫ്യൂഷനിലേക്ക് കൊണ്ടുവരുന്നതാണ്. ഒന്ന്, പാപത്തിൽ തുടരാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ്. മറ്റൊന്ന്, പാപത്തോട് പോരാടാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ്. അതിനെക്കുറിച്ച് സാഗ്ലർ പറയാറുണ്ട്, ഇത് റെയിൽവേ ലൈൻ പോലെയാണ്, അതൊരിക്കലും കൂട്ടിമുട്ടത്തില്ല. ഈ രണ്ട് റെയിലുണ്ടേലേ ഒരു തീവണ്ടിക്ക് ഓടാൻ പറ്റത്തുള്ളൂ. ഇതിലൊന്നിലല്ല സത്യം, ഇത് രണ്ടിലും കൂടിയാണ് സത്യമുള്ളത്. നമ്മള് ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മുടെ ആന്തരികണ്ണുകൾ തുറക്കുമ്പോൾ ഇതിനെക്കുറിച്ച് നമുക്കൊരു വ്യക്തത വരും. സാത്താൻ എപ്പോഴും ഒരു കൺഫ്യൂഷൻ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരും. എപ്പോഴും സാത്താന്റെ ഉദ്ദേശം നമ്മൾ പാപത്തിൽ തുടരണമെന്നുള്ളതാണ്. എന്നാൽ ദൈവേഷം നമ്മൾ പാപം ചെയ്യരുതെന്നുള്ളതാണ്. നമ്മളെപ്പോഴും ചിന്തിക്കുന്ന വചനങ്ങളാണ്. ഇവിടെ ദൈവം തിരഞ്ഞെടുത്തതെന്ന് പറയുമ്പോൾ ദൈവം സർവജ്ഞാനി ആയതുകൊണ്ട് അവൻ ആദ്യമേ അന്തം കാണുന്നത് കൊണ്ട് അവൻ ഈ കാര്യങ്ങളെ കുറിച്ച് അറിയാം. അപ്പൊ ദൈവം യാക്കോബിനോടുള്ള ബന്ധത്തിൽ നമുക്കറിയാം, രണ്ടുപേര് യാക്കോബിനെയും യേശാവിനെയും താരതമ്യപ്പെടുത്തുമ്പോൾ എനിക്ക് ചെറുപ്പത്തിൽ കൺഫ്യൂഷൻ ആയിരുന്നു. എനിക്കിഷ്ടം യേശാവിനോടായിരുന്നു. എന്ന് പറഞ്ഞാൽ പുള്ളിയെ കുറിച്ച് പറഞ്ഞ അവന് സാധുശീലനും ഒക്കെ ആയിരുന്നു എന്നാണ്. വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കാണ്ട് അടങ്ങിയൊക്കെ പാർക്കുന്ന സാധുശീലനായിരുന്നു. പക്ഷെ യാക്കോബാണെ ഭയങ്കര തന്ത്രശാലിയായിരുന്നു. പക്ഷെ ദൈവം അന്ത്യത്തിലേക്ക് നോക്കിയപ്പോ ഈ ഇസ്ഹാക്കിനെ ദൈവം ആദ്യമേ മനസ്സിലാക്കി. അതിന്റെ ഒരു തെളിവ് ഞാൻ പറയാം. ഇസ്ഹാക്ക് ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നപ്പം അത് റിബേക്കയ്ക്കും ഇസ്ഹാക്കിനും യേശാവ് ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നപ്പോൾ അവിടെ കാണുന്ന അത് ഇസ്ഹാക്കിനും റിബേക്കയ്ക്കും ഇഷ്ടപ്പെട്ടില്ലെന്ന് കണ്ടപ്പോൾ പുള്ളി എന്നാ ചെയ്ത്, പുള്ളി പോയിട്ട് അങ്ങനത്തെ 2-3 കൂടെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നു. പക്ഷേ യാക്കോബ് ചെയ്തത് എന്താ? നേരെ ലാബാന്റെ അടുക്കൽ ചെന്നിട്ട് അവന്റെ പുത്രിമാരെ വിവാഹം കഴിച്ചത്. അബ്രഹാം ഇസ്ഹാക്കിന് വേണ്ടി എന്ത് ചെയ്തോ അത് തന്നെയാണ് യാക്കോബും ചെയ്തത്. പക്ഷെ യേശാവ് അതല്ല ചെയ്തത്. തുടർന്നുള്ള പ്രവൃത്തി നമ്മൾ മുന്നോട്ട് നോക്കുമ്പോഴെല്ലാം നമുക്കിത് കാണാനായിട്ട് കഴിയും. യാക്കോബ് പലപ്പോഴും വഴിതെറ്റിപ്പോയെങ്കിലും
ആത്യന്തികമായിട്ട് അവൻ ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് തിരികെ വരുന്ന നമുക്ക് കാണാനായിട്ട് കഴിയും. യാബോക്ക് കടലിന്റെ തീരത്ത് വെച്ച് ദൈവമായിട്ട് കണ്ടുമുട്ടി മല്ല് പിടിച്ച് അവന്റെ തുടയുടെ തട ഉളുക്കിയതിന് ശേഷം നമുക്കറിയാം, അവന്റെ വാർദ്ധക്യത്തിൽ അവൻ മരിക്കാൻ നേരത്ത് ഈ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് മക്കളെ അനുഗ്രഹിക്കുന്ന കാണാൻ കഴിയുന്നുണ്ട്. യാക്കോബിന്റെ കൈ പിടിച്ച് യോസേപ്പ് തിരിച്ചു വെക്കാൻ തുടങ്ങിയപ്പം കണ്ണു കാണാത്ത യാക്കോബ് പറഞ്ഞു, മോനെ എനിക്കറിയാം, അന്ധനാണെന്ന്, കാഴ്ച നഷ്ടപ്പെട്ടവനാണേലും എനിക്കറിയാം. കാരണം ഈ അനേക ശോധനകൾ കടന്നുപോയി അവന്റെ ആന്തരിക കണ്ണ് തുറന്ന് ദൈവേഷ്ടത്തെ കുറിച്ചുള്ള ഒരു വ്യക്തമായ ബോധ്യത്തിൽ അവസാനം അവൻ എത്തിച്ചേർന്നു. പക്ഷെ ഏശാവാകട്ടെ ഈ ലോകത്തിലേക്ക് തിരിഞ്ഞ് ദൈവത്തിൽ നകന്നകന്നു പോയി. അപ്പൊ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്, ദൈവം മുമ്പേ നമ്മളെ കണ്ടിട്ട്, ആദിയിലെ അന്ത്യം കണ്ടിട്ട് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. അത് നമുക്ക് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാനായിട്ട് വിഷമമാണ്. പക്ഷെ അത് നമ്മൾ വിശ്വാസത്താലാണ് അറിയുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ ദൈവത്തെ വിട്ടുള്ള ഓട്ടത്തിനിടയ്ക്ക് എവിടെയോ വെച്ച് നമ്മൾ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ ദൈവമായിട്ട് കണ്ടുമുട്ടൽ നടക്കും. പക്ഷെ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായിരുന്നില്ല. ദൈവം അത് മുൻകൂട്ടി കണ്ട കാര്യമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അപ്രതീക്ഷിതം നമ്മൾ പറയും. പക്ഷെ അത് ദൈവം മുൻകൂട്ടി കണ്ട ഒരു കാര്യമായിരുന്നു. അങ്ങനെ ആ ദൈവത്തിലേക്ക് നമ്മളെ ദൈവം തിരിക്കുന്നത്. തുടർന്ന് 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, യാക്കോബിനെ സ്നേഹിച്ച് ഏശാവിനെ ദേഷിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മലാക്കി പ്രവചനം 1-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ നമുക്കത് കാണാനായിട്ട് കഴിയുന്നു. സക്രിയ പ്രവചനം മലാക്കി 1-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ തന്നെ പ്രവാചകം മലാക്കി മുഖാന്തരം ഇസ്രായേലിനുള്ള യഹോവയുടെ അരുളപ്പാട് 2-ാമത്തെ വാക്യത്തിൽ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നത് ചോദിക്കുന്നു. ഏശാവ് യാക്കോബിന്റെ സഹോദരനല്ലയോ? എങ്കിൽ ഞാൻ യാക്കോബിനെ സ്നേഹിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഏശാവിനെ ഞാൻ ദേഷിച്ച് അവന്റെ പർവ്വതങ്ങളെ ശൂന്യമാക്കി അവന്റെ അവകാശത്തെ മരുഭൂമിയിലെ കുറുനരികൾക്ക് കൊടുത്തിരിക്കുന്നു. ഇവിടെ ദൈവം പറയുന്ന ഒരു കാര്യം, ഞാൻ ഏശാവിനെ ദേഷിച്ച് യാക്കോബിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്നു. 14-ാം ആകയാൽ നാം എന്തു പറയുന്നു, ദൈവത്തിന്റെ പക്കൽ അനീതിയുണ്ടോ എന്ന ഒരു നാളും വരുത്. പലപ്പോഴും നമ്മൾ ദൈവമായിട്ട് കണ്ടുമുട്ടുമ്പം നമുക്ക് നമ്മളിൽ തന്നെയുള്ള ഒരു നീതിബോധമുണ്ട്. നമ്മൾ ആ നീതിബോധം കൊണ്ട് ദൈവത്തോട് മത്സരിക്കാറുണ്ട്. നമ്മുടെ ഇഷ്ടം അതിലേക്ക് ദൈവത്തെ കൊണ്ടുവരാനാണ് നമ്മൾ പലപ്പോഴും ശ്രമിക്കുന്നത്. അതൊരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. ദൈവം തന്റെ ഇഷ്ടം നിവർത്തിക്കും. നമുക്കറിയാം, യോനയെ ദൈവം ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടാണ് നിനവയിലേക്ക് വിട്ടത്. പക്ഷേ യോന ദൈവം പറഞ്ഞ വഴിക്കല്ല പോയെ. അവൻ സ്വയമായ തെരഞ്ഞെടുപ്പ് നടത്തി, അവൻ സ്വന്തം വഴിക്ക് പോയി. പക്ഷെ ദൈവം അവനെ വഴി വലിച്ചു പിടിച്ച് ഒരു മത്സ്യത്തിന്റെ വയറ്റിലാക്കി നിനവയുടെ കരയെ കൊണ്ട് ഛർദ്ദിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ പോയി പ്രസംഗിക്കാൻ പറഞ്ഞു. യോന 3 ദിവസത്തെ പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് നിനവയുടെ നാശം കാണാൻ വേണ്ടി ആഗ്രഹത്തോടെ പോയി അവരുടെ തിരിക്കുക. പക്ഷേ ദൈവം അനുദപിച്ചു. നിനവേക്കാർ അനുദപിച്ചുകൊണ്ട് ദൈവം അനുദപിച്ചു. അവർക്ക് ആ ദോഷം വരുത്തിയില്ല. അത് യോനയ്ക്ക് അനിഷ്ടമായി. ഇവിടെ പൗലോസിന്റെ ഹൃദയം നമുക്ക് കാണാം. എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്തനാകുവാൻ ഞാൻ ആഗ്രഹിക്കുമായിരുന്നു, അവരുടെ രക്ഷയ്ക്ക് വേണ്ടി. പക്ഷേ യോനയുടെ മനോഭാവം കണ്ടില്ലേ? യോനയുടെ ആഗ്രഹം നിനവേക്കാരെന്ത് ചെയ്യണം? നശിച്ചു പോകണം. പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഇങ്ങനത്തെ ദൈവേഷ്ടത്തിന് വിരുദ്ധമായിട്ടുള്ള മത്സരങ്ങൾ നമുക്ക് നിരന്തരമായിട്ട് കാണാൻ കഴിയും. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പറയായിരുന്നു, പുള്ളിയുടെ അയലോക്കത്തെ ഒരാളുണ്ടായിരുന്നു. പുള്ളിയെ നിരന്തരം ശല്യപ്പെടുത്തുന്ന ഒരാൾ, എപ്പോഴും ഉടക്കുണ്ടാക്കും, വഴക്ക് പിടിക്കും. അങ്ങനെ ഒരു ദിവസം ഷട്ടിൽ കളിച്ചോണ്ട് നിന്നപ്പം ഈ ഷട്ടിൽ വന്ന് അടിച്ചിട്ട് ഈ മനുഷ്യന് ഒരു കണ്ണുപോയി. അത് നീക്കിക്കളയേണ്ടി
ഈ വാർത്ത കേട്ടപ്പോൾ ബ്രദർ പറയുന്നു, ആദ്യം എനിക്ക് ഭയങ്കര സന്തോഷം വന്നു. നമ്മളിങ്ങനെ വായിക്കുന്നൊരു ശത്രു വീഴുമ്പം സന്തോഷിക്കരുത്. അപ്പൊ നമ്മുടെ എല്ലാം ഉള്ളിലുള്ള ഈ തിന്മയുടെ ആധിക്യം നമുക്ക് കാണാൻ കഴിയും. പിന്നെ ബ്രദർ പറഞ്ഞ് ഞാൻ അതിനെക്കുറിച്ച് അനുദപിച്ച് കർത്താവിനോട് ക്ഷമയൊക്കെ ചോദിച്ച് എന്നെ ആ ഒരു സ്വഭാവത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. നമ്മുടെ എല്ലാ ഉള്ളിൽ ഇത് കാണാൻ കഴിയും. ദൈവേഷത്തിന് വിരുദ്ധമായിട്ട് ഉയരുന്ന വലിയ ഉയർച്ചകൾ അപ്പോസ്തലൻ 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ പറഞ്ഞവര് ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന ഉയർച്ചകൾ. ഇവിടെ പ്രധാന വാക്യത്തിൽ ആകെ നാം എന്ത് പറയുന്നത്? ദൈവത്തിന്റെ പക്കൽ അനീതി കൊണ്ട് ഒരു നാളുമില്ല, എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണമെന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യുമെന്നവൻ മോശയോട് അരുളി ചെയ്യുന്നു. അപ്പൊ അത് നമുക്കൊരു സംശയം ഉണ്ടാവാം. അങ്ങനെയാണ് പിന്നെ നമ്മൾ എന്തിനാ ഈ അധ്വാനിക്കുന്നത്? നമ്മൾ എന്തിനാ ഓടുന്നത്? അപ്പൊ ദൈവത്തിന് കനിവ് തോന്നിയാലേ വല്ലതും നടക്കത്തുള്ളൂ. അപ്പൊ ദൈവത്തിന് നമ്മളോട് കനിവ് തോന്നിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ഓടുന്നതൊക്കെ വ്യർത്ഥമല്ലേ? അപ്പൊ നമ്മുടെ ഉള്ളില് ഈ വീഴ്ച പറ്റിയ ആദാമ്യ ജഡത്തില് എപ്പോഴും ദൈവത്തിനെതിരായിട്ടുള്ള ചിന്തകളാണ് എല്ലാ തലങ്ങളിലും. നമുക്ക് പെട്ടെന്ന് അതിന് വഴങ്ങാനായിട്ട് പറ്റത്തില്ല. നമ്മളെപ്പോഴും ഈ ദൈവേഷ്ടത്തിന് വിരുദ്ധമായൊരു മത്സരം അവിടെ ഉണ്ടാകുന്നത്. ഇവിടെ ഫറവോനെ കുറിച്ച് മോശയോട് അരുളി ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നും, കനിവ് തോന്നണമെന്നുള്ളവനോട് കനിവ് തോന്നും. തുടർന്ന് 16-ാം വാക്യം പറയുന്നത്, അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലല്ല ഓടുന്നവനാലുമല്ല കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ജഡത്തിൽ ആദ്യം വരുന്ന ചിന്ത, പിന്നെ ഞാൻ എന്തിനാ വെറുതെ ഓടുകയും അധ്വാനിക്കുകയൊക്കെ ചെയ്യുന്നത്? കാരണം ജഡം എപ്പോഴും ദൈവത്തിനെതിരാണ്, ദൈവേഷ്ടത്തിനെതിരാണ്. അതിന് ദൈവത്തിന് അനുകൂലമായിട്ട് ചിന്തിക്കാനോ വഴങ്ങാനോ കഴിയത്തില്ല. റോമർ 8 നമ്മളത് 7-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. ജഡത്തിന് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴടങ്ങാൻ കഴിയത്തില്ല. അസാധ്യമായൊരു കാര്യമാണ്. അപ്പൊ നമുക്കും നമ്മുടെ ഉള്ളില് ഈ ഒരു ഉയർച്ച എപ്പോഴും കാണാൻ കഴിയും, എല്ലാ സമയങ്ങളിലും കാണാൻ കഴിയും. ഓരോ പരീക്ഷയിലും ദൈവത്തിനെതിരായിട്ടുള്ള ഉയർച്ച. അവിടെ അപ്പോസ്തലൻ പറഞ്ഞത് അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന എല്ലാ ഉയർച്ചകളെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി. നമ്മുടെ ഉള്ളിൽ എപ്പോഴും വീണ്ടും ജനിച്ചതിന് ശേഷം ഈ ഒരു പോരാട്ടമുണ്ട്, ആത്മാഭിലാഷവും ജഡാഭിലാഷവും. ജഡാഭിലാഷം ദൈവത്തിനെതിരാണ്, ആത്മാവിനെതിരാണ്. ഇവിടെ പറയുന്നൊരു കാര്യം 16-ാം വാക്യത്തിൽ, അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലല്ല ഓടുന്നവനാലുമല്ല കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കുന്നത്. 1 കൊരിന്ത്യർ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അതിന്റെ 1-ാം അധ്യായത്തില് 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം, അവിടെ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനോടുള്ള ബന്ധത്തിൽ 26 എന്നുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, സഹോദരന്മാരെ നിങ്ങളുടെ വിളിയെ നോക്കുവിൻ, ലോക അഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല, ബലവാന്മാരേറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തെരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായി തെരഞ്ഞെടുത്തു, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്തതും തെരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. തുടർന്ന് 30-ാം വാക്യം നമ്മൾ വായിക്കുന്നു, പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്ന പോലെ ആകേണ്ടതിന് തന്നെ. ജഡത്തിന്റെ ഒരു പ്രശംസ എപ്പോഴും നമ്മളെ പിന്തുടരുന്ന കാണാനായിട്ട് കഴിയും. എല്ലാ സമയത്തും നമ്മൾ നമ്മളിൽ തന്നെ പ്രശംസിക്കാനുള്ള ഒരു പരീക്ഷയെ നേരിടുന്നുണ്ട്. ദൈവം വളരെ വ്യക്തമായിട്ട് പറയുന്ന, ഒരു ജഡവും ദൈവസന്നിധിയിൽ പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. ഇവിടെ അത് തന്നെയാ പറഞ്ഞത്, അതുകൊണ്ട് ഇച്ഛിക്കുന്നവനല്ല, 16-ാം 9-16 ഓടുന്നവനാലുമല്ല കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കുന്നത്. തുടർന്ന് 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത്, നിന്നിൽ എന്റെ ശക്തി കാണിക്കേണ്ടതിനും എന്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും തന്നെ എന്ന് തിരുവെഴുത്ത് ഫറവോനോട് അരുളി ചെയ്യുന്നു.
അവസാനം നമുക്ക് അവിടെ അറിയാനായിട്ട് കഴിയുന്നുണ്ട്, ഫറവോൻ ആദ്യം ചോദിക്കുന്നത്, ഞാൻ നിങ്ങളെ വിട്ടയക്കാനായിട്ട് ഈ ദൈവത്തിന്റെ വാക്ക് കേൾക്കാൻ നിങ്ങളുടെ ദൈവം ആരാന്നാ ചോദിക്കുന്നത്. അവസാനം നമ്മൾ കാണുന്നുണ്ട്, ആ ഫറവോനും സൈന്യവും ചെങ്കടലിൽ മുങ്ങിത്താണ്. പിന്നീട് അവരെ കണ്ടിട്ടില്ലെന്ന് നമ്മൾ വായിക്കുന്നു. അത് അന്നത്തെ ലോകം മുഴുവൻ അത് അറിഞ്ഞിരുന്നു. നമ്മളാ ഉറ്റുനോക്കമ്പവരെ ഒളിപ്പിച്ച ആ വേശ്യാസ്ത്രീ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളെ ദൈവം മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചതും ഫറവോനോട് സൈന്യത്തോട് ചെയ്തതും നിങ്ങളുടെ വഴിയിൽ നിങ്ങളെ നേരിട്ട ജാതികളോട് നിങ്ങൾ ചെയ്തതൊക്കെ ഞങ്ങള് കേട്ടിട്ട് ഞങ്ങളുടെ ഹൃദയം ഉരുകിപ്പോയി. ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ചക്രവർത്തിയായിരുന്നു ഫറവോൻ. ഏറ്റവും ശക്തമായ രാഷ്ട്രത്തിന്റെ അധികാരിയായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ നാമത്തിന് മുമ്പിൽ അവന് ഈയം പോലെ താണുപോയി നമ്മൾ വായിക്കും. വെള്ളത്തിൽ ഈയം പോലെ താണുപോയി. അവിടെ ദൈവം തന്റെ ശക്തി വെളിപ്പെടുത്തുകയായിരുന്നു ഫറവോനിലൂടെ. അപ്പം ഫറവോനോടുള്ള ബന്ധത്തിൽ ദൈവം അവനെ നിർത്തിയിരുന്നത് തന്റെ ശക്തി വെളിപ്പെടുത്താനായിട്ടും തന്റെ നാമം സർവഭൂമിയിലും പ്രസ്താവിക്കപ്പെടുന്നതിനുമായിരുന്നു എന്ന് തിരുവെഴുത്തിൽ ഫറവോനോട് അരുളി ചെയ്യുന്നു. അങ്ങനെ തനിക്ക് മനസ്സുള്ളവനോട് അവന് കരുണ തോന്നും. തനിക്ക് മനസ്സുള്ളവനെ അവൻ കഠിനനാക്കുന്നു. അപ്പൊ പലപ്പോഴും എൻ്റെ ചെറുപ്പകാലത്ത് ഇതെല്ലാം എനിക്കൊരു സമസ്യയായിരുന്നു. വല്ലാത്തൊരു ബുദ്ധിമുട്ടുളവാക്കുന്ന വാക്യങ്ങളായിരുന്നു ഇത്. ഇതിനോട് അങ്ങോട്ട് യോജിക്കാനായിട്ട് കഴിയത്തില്ലായിരുന്നു. ആന്തരികമായിട്ടുള്ള ഒരു അസ്വസ്ഥതയും എതിർപ്പും ദൈവത്തോടുള്ള ബന്ധത്തിൽ ഇതൊക്കെ വായിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ വരും. എന്തുകൊണ്ട് അത് വരുന്നതിന്റെ കാരണം എന്താ? എൻ്റെ ഉള്ളിൽ അത്രത്തോളം നിഗളമുള്ളത് കൊണ്ടാണ്. ഒരു നിഗളിയായ ഒരു വ്യക്തിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമുള്ളൊരു കാര്യം. പക്ഷെ താഴ്മയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ദാനിയേൽ പ്രവചനം 4-ാം അധ്യായത്തിലെ നെബൂഖദ്നേസറിനോടുള്ള ബന്ധത്തിൽ അവിടെ നമ്മുടെ ഒരു കാര്യം വായിക്കുന്നുണ്ട്. ദാനിയേൽ 4-ാം അധ്യായത്തിലെ അതിന്റെ അവസാനത്തെ വാക്യം 37-ാം വാക്യം. ദാനിയേൽ പ്രവചനം 4:37. ഇപ്പോൾ നെബൂഖദ്നേസർ എന്ന ഞാൻ സ്വർഗസ്നായ രാജാവിനെ സ്തുതിച്ച് പുകഴ്ത്തി ബഹുമാനിക്കുന്നു. അവന്റെ പ്രവൃത്തികളൊക്കെ സത്യവും അവന്റെ വഴികൾ ന്യായവുമാകുന്നു. നിഗളിച്ച് നടക്കുന്നവരെ താഴ്ത്തുവാനും അവൻ പ്രാപ്തൻ തന്നെ. ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിന്റെ ഉടയവനായിരുന്ന നെബൂഖദ്നേസർ, അവന്റെ ഉള്ളിൽ അവൻ ചിന്തിച്ചതേ ഉള്ളൂ. അതിന്റെ 4-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നത് 29 വാക്യങ്ങളിൽ. 12 മാസം കഴിഞ്ഞിട്ട് അവൻ ബാബേലിലെ രാജമന്ദിരത്തിന്മേൽ ഉലാവിക്കൊണ്ടിരുന്നു. ഇത് ഞാൻ എൻ്റെ ധനമാഹാത്മ്യത്താൽ എൻ്റെ പ്രതാപമഹത്വത്തിനായിട്ട് രാജധാനിയായിപ്പെടുന്ന മഹതിയാം ബാബേൽ അല്ലയോ എന്ന് രാജാവ് പറഞ്ഞു തുടങ്ങി. ഈ വാക്ക് രാജാവിന്റെ വായിലിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിന് ശബ്ദമുണ്ടായെന്നാൽ, നെബൂഖദ്നേസർ രാജാവ് നിന്നോട് ഇന്ന് കൽപ്പിക്കുന്നു, രാജ്യത്ത് നിന്നെ വിട്ടു നീങ്ങിയിരിക്കുന്നു. നിന്നെ മനുഷ്യരിൽ നിന്ന് നീക്കിക്കളയും. നിന്റെ പാർപ്പ് കാട്ടിലെ മൃഗങ്ങളോടെ ആയിരിക്കും. നിന്നെ കാളയെ പോലെ പുല്ല് തീറ്റും. അത്യുന്നതനായവൻ മനുഷ്യ രാജ്യത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്ന നീ അറിയുന്നത് വരെ നിനക്ക് 7 കാലം കഴിയും. ഉടൻ തന്നെ ആ വാക്ക് നെബൂഖദ്നേസറിന്റെ നിവൃത്തിയായി. അവനെ മനുഷ്യരിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അവന്റെ രോമം കഴുകന്റെ തൂവൽ പോലെയും അവന്റെ നഖം പക്ഷിയുടെ നഖം പോലെയും വളരുന്നത് വരെ അവൻ കാള എന്ന പോലെ പുല്ല് തിന്നുകയും അവന്റെ ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയുകയും ചെയ്തു. ആ കാലം കഴിഞ്ഞിട്ട് നെബൂഖദ്നേസർ എന്ന ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി, എൻ്റെ ബുദ്ധിയും എനിക്ക് മടങ്ങി വന്നു. പലപ്പോഴും നമ്മൾ ഈ നിഗളത്തിന്റെ തലത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ സുബോധമില്ലാത്തവരായി പോവുക ചെയ്യുന്നു. എപ്പം നമ്മൾ കണ്ണ് സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു, അന്നേരമാണ് നമ്മുടെ ബുദ്ധി മടങ്ങി വരുന്നത്. എൻ്റെ ബുദ്ധി എനിക്ക് മടങ്ങി വന്നു. ഞാൻ അത്യുന്നതനായവനെ വാഴ്ത്തി എന്നേക്കും ജീവിച്ചിരിക്കുന്നത് സ്മരിച്ച് ബഹുമാനിക്കുകയും ചെയ്തു.
അവന്റെ ആധിപത്യം എന്നേക്കുള്ള ആധിപത്യവും അവന്റെ രാജ്യത്തും തലമുറ തലമുറയുള്ള ഉള്ളതുമല്ലോ. അവൻ സർവ്വഭൂവാസികളെയും നാസ്തിയായി എണ്ണുന്നു. സ്വർഗീയ സൈന്യത്തോടും ഭൂവാസികളോടും ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നു. അവന്റെ കൈ തടുപ്പാനോ നീ എന്ത് ചെയ്യുന്നു അവനോട് ചോദിപ്പാനോ ആർക്കും കഴിയുകയില്ല. ആ നേരത്ത് തന്നെ എന്റെ ബുദ്ധി മടങ്ങി വന്നു. എന്റെ രാജ്യത്തിന്റെ മഹത്വത്തിന് അതിന്റെ മഹിമയും മുഖപ്രകാശവും മടങ്ങി വന്നു. എന്റെ മന്ത്രിമാരും മഹത്തുക്കളും എന്നെ അന്വേഷിച്ചു. ഞാൻ എന്റെ രാജ്യത്വത്തിൽ നിദാനപ്പെട്ടു. ശ്രേഷ്ഠ മഹത്വം എനിക്ക് അധികമായി സിദ്ധിച്ചു. ഇപ്പോൾ നെബൂഖദ്നേസർ ഞാൻ സ്വർഗസ്വനായ രാജാവിനെ സ്തുതിച്ച് പുകഴ്ത്തി ബഹുമാനിക്കുന്നു. അവന്റെ പ്രവൃത്തികളൊക്കെ സത്യവും അവന്റെ വഴികൾ ന്യായമാകുന്നു. നിങ്ങളച്ച് നടത്തുന്നവരെ താഴ്ത്തുവാനും അവൻ പ്രാപ്തൻ തന്നെ. ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ എപ്പോഴും ഒരു താഴ്മയിൽ നിൽക്കണമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇല്ലേ, നമ്മൾ പലപ്പോഴും ദൈവത്തെ ചോദ്യം ചെയ്യുകയും ദൈവിക പ്രവൃത്തികളെ ചോദ്യം ചെയ്യുകയും ചെയ്തൊരു മനോഭാവം നമ്മുടെ എല്ലാം ജഡത്തിലുണ്ട്. അതുകൊണ്ടാണ് നമ്മളോട് തന്നെത്താൻ താഴ്ത്താൻ പറയുന്നത്. ലൂസിഫറിലൂടെ മനുഷ്യവർഗത്തിൽ പ്രവേശിച്ച ഈ നിഗളത്തിന്റെ വേരുകള് ജഡത്തിൽ ആഴത്തിൽ വേരൂന്നിയിട്ടുണ്ട്. സഹോദരന്മാരെ, നമ്മൾ അതിനെക്കുറിച്ച് വളരെ ബോധ്യമുള്ളവരായിരിക്കണം. നമുക്ക് പലപ്പോഴും തിരിച്ചറിയാൻ കഴിയാറില്ല. ശരിക്കും നമ്മളൊരു പാപത്തിൽ വീഴാൻ കാരണം എന്താ? നമുക്ക് കൃപയില്ലാത്തത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് കൃപ നഷ്ടപ്പെടുന്നത്? നിഗളമുള്ളതുകൊണ്ടാണ്. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് അവൻ കൃപ നൽകുന്നു. മത്തായി 18 കർത്താവ് പറഞ്ഞു, ഒരു ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവനാ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമ്മളിൽ തന്നെയുള്ള ഒന്നല്ല ഈ താഴ്മ എന്ന് പറയാൻ. നമ്മളുടെ ഉള്ളിലുള്ളത് നിഗളവും ഉന്നത ഭാവവും ഒക്കെയാണ് ഉള്ളത്. അപ്പൊ ദൈവം നമ്മുടെ ജീവിതത്തിൽ വിവിധ സാഹചര്യങ്ങളെ അനുവദിക്കുന്നതിന്റെ കാരണം നമ്മളെ തന്നെ താഴ്ത്തണം. ഇപ്പൊ നെബൂഖദ്നേസർ തന്നെത്താൻ താഴ്ത്തേണ്ട ആവശ്യത്തിലായിട്ട് അവനെ കാളയെപ്പോലെ പുല്ല് തീറ്റിച്ചു. മനുഷ്യരുടെ ഇടയിൽ നിന്ന് അവനെ നീക്കിക്കളഞ്ഞു നമ്മൾ വായിക്കാം. ഇതേ കാര്യം തന്നെ നമ്മൾ ഇയ്യോബിന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം ഇയ്യോബ് 36:23 നമ്മളിങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്. അവനോട് അവന്റെ വഴിയെ കൽപ്പിച്ചതാർ, നീ നീതികേട് ചെയ്തു എന്ന് അവനോട് ആർക്ക് പറയാം? ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ പൊത്തി നിൽക്കുകയല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാനില്ല. തുടർന്ന് 42-ാം അധ്യായത്തില് 5-6 വാക്യങ്ങൾ ഇയ്യോബ് ഒരു കാര്യം പറയുന്നുണ്ട്. ഇയ്യോബും ദൈവത്തോട് ഒത്തിരി ഉത്തരം പറഞ്ഞു. അവസാനം ദൈവം അവരോട് സംസാരിച്ചതിന് ശേഷം 4-ാമത്തെ വാക്യത്തില് 3-ാം വാക്യത്തിൽ, അറിവ് കൂടാതെ ആലോചനയെ മറിച്ചു കളയുന്നവനാർ, അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാതെ വണ്ണം അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി. കേൾക്കണമേ, ഞാൻ സംസാരിക്കാൻ നിന്നോട് ചോദിക്കുക, എന്നെ ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോൾ എന്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു. ഇയ്യോബും ഒത്തിരി ചോദ്യങ്ങൾ ദൈവോട് ചോദിച്ചു തന്നെത്താൻ നീതീകരിക്കാനായിട്ട്. പക്ഷെ അവസാനം ദൈവം അവനോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു അവനോട് സമ്പാദിച്ചു കഴിയുമ്പോൾ അവൻ പറയുന്നത്, ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴും എന്റെ കണ്ണാൽ നിന്നെ കാണുന്ന. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുന്നു. ദൈവത്തോട് പറയാനായിട്ട് നമ്മൾ ആരാണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ താഴ്മയുടെ വഴി നടക്കുന്നിടത്ത് നമുക്കൊരിക്കലും ദൈവത്തോട് തിരിച്ചൊരു ചോദ്യമില്ല. അതിന്റെ കാരണം ദൈവം സർവജ്ഞാനിയാണ്. ദൈവം ചെയ്യുന്നതെല്ലാം തന്നെ അനന്തമായ ജ്ഞാനത്തില് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. നമുക്ക് മനസ്സിലായാലും ഇല്ലേലും. അപ്പൊ നമ്മളെ തന്നെ താഴ്ത്തി വിധേയപ്പെടുന്നിടത്ത് അത് നമുക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരും. നമ്മൾ മറക്കുകയും മത്സരിക്കുകയും ചെയ്യുന്നിടത്ത് നമ്മൾ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകും. 18-ാം വാക്യത്തിൽ അതാ പറഞ്ഞത്, തനിക്ക് മനസ്സുള്ളവനോട് അതിന് കരുണ തോന്നുന്നു,
തനിക്ക് മനസ്സുള്ളവരെ അവൻ കഠിനനാക്കുന്നു എന്ന് പറയുമ്പം ദൈവത്തിന് ആരോടൊരു മുൻവിധിയില്ല. ദൈവത്തിന് ഇഷ്ടം എന്താന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. ആരും നശിച്ചു പോവാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കാനാണ് ദൈവം തന്റെ പുത്രനെ നൽകിയത്. അതുപോലെ തീമോഥെയോസ് നമ്മൾ വായിക്കുന്ന സകല മനുഷ്യനും രക്ഷിക്കപ്പെടുവാനും സത്യത്തിന്റെ പരിജ്ഞാനം എത്തുവാനും അവൻ ഇച്ഛിക്കുന്നു. പക്ഷെ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം, തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ തെരഞ്ഞെടുപ്പാണ് നമ്മുടെ വിധി തീരുമാനിക്കുന്നത്. നമ്മൾ എന്ത് തിരഞ്ഞെടുക്കുന്നു എന്നുള്ള വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ പത്രോസ് അപ്പോസ്തലൻ പറയുമ്പോൾ നമ്മളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. 1 പത്രോസിന്റെ ലേഖനത്തില് അതിന്റെ 1 പത്രോസിന്റെ ലേഖനം 1 പത്രോസ് അല്ല, 2 പത്രോസ് 1:10 2 പത്രോസ് 1:10. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ അധികം ശ്രമിപ്പീൻ. അവിടെ പറയാം, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും നമ്മളെ വിളിച്ചിട്ടുണ്ട്, തെരഞ്ഞെടുത്തിട്ടുണ്ട്, അത് ഉറപ്പാക്കേണ്ട ചുമതല നമ്മുടേതാണ്. അത് നമ്മൾ എങ്ങനെ ഉറപ്പാക്കുന്നത്? ദൈവേഷ്ടത്തിന് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, ദൈവത്തെ ചോദ്യം ചെയ്യാതെ. അപ്പൊ എന്താണ് നമ്മുടെ ഉള്ളിലുള്ളതെന്ന് കാണിക്കാനായിട്ടാണ് നമ്മുടെ വഴികളിൽ ദൈവം ശോധനകളെ അനുവദിക്കുന്നത്. ആവർത്തനം 8 അത് പറഞ്ഞിട്ടുണ്ട്. നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിലുള്ളത് അറിവാനായി നിന്നെ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെ നീ അറിയണം. നിന്നെ വിശപ്പിക്കുകയും ദാഹിപ്പിക്കുകയും ചെയ്തത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് നിന്നെ പഠിപ്പിക്കേണ്ടതിനാണ്. അപ്പൊ നമ്മളോടുള്ള ബന്ധം യാഥാർത്ഥ്യമാണ്. അവിടെ നമ്മൾ തിരിഞ്ഞ് ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നിടത്ത്, അതാ റോമലേഖനത്തിൽ പറഞ്ഞത്, ദൈവത്തോട് പ്രത്യുത്വം വരവാൻ നീ ആര്? നമ്മുടെ എല്ലാം ഉള്ളില് ഒരു വലിയ അളവിലുള്ള നിങ്ങളോ ഉന്നത ഭാവമുണ്ട്. നമ്മൾ അവിടെയെല്ലാം നമ്മളെ തന്നെ താഴ്ത്താനും നമ്മളെ തന്നെ തകർക്കാനും നമ്മൾ വിധേയപ്പെടുത്തേണ്ട ഒരു ആവശ്യമുണ്ട്. സാഹചര്യങ്ങളുടെ മുമ്പിൽ മത്സരിക്കാതെ, ചോദ്യം ചെയ്യാതെ. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറഞ്ഞു, നീ മനുഷ്യൻ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കുന്നു, ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടെ കടക്കേണ്ടി വന്നു. എന്താ അതിന്റെ കാരണം? നമ്മളെ തകർക്കാനാ, നുറുക്കാൻ, ഉടയ്ക്കാൻ. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ ഫലം കായ്ക്കും. അപ്പൊ നമ്മളെ തകർക്കാൻ, നമ്മുടെ സ്വയത്തെ തകർക്കാൻ, നമ്മുടെ ഉന്നത ഭാവം, നിഗളം, എന്തിനേയും വെല്ലുവിളിക്കാനുള്ള മനോഭാവം, ആർക്കും വഴങ്ങാത്ത മനോഭാവം, ഈ ഒരു പ്രക്രിയ നമ്മളിൽ നടക്കുന്നില്ലെങ്കിൽ, 2 തിമോഥെയോസ് 3 നമ്മൾ വായിക്കുന്നുണ്ട് അവസാന കാലഘട്ടത്തിലെ സഭ എങ്ങനായി തീരുമെന്നുള്ളത്. 21 വാക്യങ്ങളിൽ ഈ തകർച്ചയുടെ പ്രക്രിയ നടക്കാത്തവരോടുള്ള ബന്ധത്തിൽ ഒരു ഭക്തിയുടെ വേഷം എപ്പോഴും ഉണ്ടാവും, ഭക്തിയുടെ ലാംഗ്വേജ് ഉണ്ടാവും, ഭക്തിയുടെ ഭാവങ്ങളുണ്ടാവും. പക്ഷെ പാപത്തിന്മേലുള്ള ജയം ഉണ്ടാകത്തില്ല. ആന്തരിക തലത്തിൽ പാപത്തിൽ തുടരുന്നവരായിരിക്കും. ചിന്താമണ്ഡലം പാപം കൊണ്ട് നിറഞ്ഞതായിരിക്കും. ഉദ്ദേശങ്ങളിൽ എപ്പോഴും കൺവെൻഷൻ ഉണ്ടാവും. ഈ രാത്രി നമ്മൾ ഒന്നിച്ചായിരിക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ വിധിക്കാം. നമ്മൾ ദൈവത്തോടുള്ള മത്സരം കണ്ടെത്തി. 20 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, 19 ആകിയാൽ ഞാൻ അവൻ പിന്നെ കുറ്റം പറയുന്നത് എന്ത്? അവന്റെ ഇഷ്ടത്തോട് ഉയർത്തി നിൽക്കുന്ന നീ എന്നോട് ചോദിക്കും. അതിന്റെ മറുപടി, അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആർ? മനഞ്ഞിരിക്കുന്നത് മനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്തെന്ന് ചോദിക്കുമോ? ഈ ഒരു വാക്യം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും സൂക്ഷിച്ചാൽ നല്ലതാണ്. 20 വാക്യം, റോമർ 9:20. അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആർ? മനഞ്ഞിരിക്കുന്നത് മനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്ത് എന്ന് ചോദിക്കുമോ? ദൈവത്തിന്റെ ഏകാധിപത്യത്തിന്റെ കീഴിൽ ദൈവത്തെക്കുറിച്ച് ഇങ്ങനെ വാക്യമുണ്ട്, അവൻ ധന്യനായ ഏകാധിപതിയാണ്. നമ്മളൊക്കെ ലോകത്തിൽ കാണുന്ന ഏകാധിപതികള് അവരുടെ ഇഷ്ടം അടിച്ചേൽപ്പിക്കുന്നവരായിരുന്നു. പക്ഷെ ദൈവം ധന്യനായ ഏകാധിപതിയാണ്. അവൻ ഏകാധിപതി ആയിരിക്കെ തന്നെ ധന്യനാണ്. അവന്റെ പ്രത്യേകത എന്താ?
അവൻ തൻ്റെ ഇഷ്ടം ആരുടെ മേലും അടിച്ചേൽപ്പിക്കുന്നില്ല. തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും കൊടുത്തിട്ട് അവര് സ്വാതന്ത്ര്യത്തോടെ വിട്ടയക്കുക ചെയ്യുന്നു. തൻ്റെ ഇഷ്ടം നമ്മളോട് അറിയിക്കുന്നു, എന്നിട്ട് നമ്മളെ സ്വതന്ത്രരായിട്ട് വിടുന്നു. നമ്മുടെ ദൈവകൽപ്പനയോടുള്ള ബന്ധത്തിൽ ഈ ഒരു സ്വാതന്ത്ര്യം എപ്പോഴും ദൈവം നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ തിരഞ്ഞെടുപ്പ് വളരെ പ്രസക്തമായൊരു കാര്യമാണ്. നമ്മൾ ദൈവേഷ്ടപ്രകാരം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ, നമ്മൾ റോമാലേഖനത്തിൽ ആ പ്രാരംഭ ഭാഗത്ത് ചിന്തിച്ചപ്പം ഇങ്ങനൊരു വാക്യം വായിച്ചായിരുന്നല്ലോ. അതിന്റെ 2-ാം അധ്യായത്തിലെ 6 മുതലുള്ള വാക്യങ്ങളിൽ അവൻ ഓരോരുത്തര് അവനവന്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും. നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത കൊണ്ട് തേജസ്സും മാനവും അക്ഷേതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും, ശാഠ്യം കൊണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. ഇവിടെ തെരഞ്ഞെടുപ്പ് നമ്മുടേതാ. അപ്പൊ ദൈവം എന്താണ് നമ്മൾ തിരഞ്ഞെടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നതെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അന്ന് നമ്മൾ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ഏത് വായു അടയും, എല്ലാ മുഴങ്ങാലും മടങ്ങും, എല്ലാ നാവും യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റു പറയേണ്ടി വരും. പക്ഷെ അന്ന് അങ്ങനെ ഏറ്റു പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടരും നിത്യനാശത്തിലേക്കാണ് പോകുന്നത്. ഇന്ന് പറയാത്ത എല്ലാരെയും കൊണ്ട് വന്ന് ഏറ്റു പറയിപ്പിച്ചതിന് ശേഷം അവരെ നിത്യനാശത്തിലേക്ക് വിടും. പക്ഷെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന അവകാശം എന്താ? നമ്മൾ ഇന്നേ അത് ഏറ്റുപറഞ്ഞ് നമ്മളെ തന്നെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്ത് നമ്മുടെ ജീവിതം ദൈവത്തിന്റെ ഇഷ്ടം പൂർണ്ണമായിട്ട് നിറവേറാനായിട്ടുള്ള ഒരു സമർപ്പണത്തിൽ ഒരു മാനപാത്രമായിട്ട് രൂപാന്തരപ്പെട്ട് യജമാനന് ഉപയോഗമുള്ള ഒരു മാനപാത്രമായിരിക്കാനായിട്ടാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവിടെ നമുക്ക് നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കാനുള്ള ഓട്ടത്തിലായിരിക്കാം. അതിനുവേണ്ടി കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവ്വസ്നേഹങ്ങളുടെ പിതാവിടികളോട് കരുണ തോന്നണം. കർത്താവിടികളെ താഴ്ത്തുവാൻ, നിരന്തരമായിട്ട് താഴ്മയിൽ ജീവിപ്പാൻ ജ്ഞാനമുള്ളൊരു ഹൃദയം നൽകിയ ഇടയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷകളുടെ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ അവിടുത്തെ സർവ്വജ്ഞാനത്തിലും സർവാധികാരത്തിലും സർവശക്തിയിലും വിശ്വാസം അർപ്പിച്ച് മിണ്ടാതെ അങ്ങേക്ക് കീഴടങ്ങിയിരിക്കാൻ തക്കവണ്ണം ജ്ഞാനമുള്ള ഹൃദയം നൽകിയ ഇടയങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ എല്ലാ കൽപ്പനകൾക്കും വിധേയപ്പെടുവാൻ തക്കവണ്ണം ഒരു വലിയ പോരാട്ടത്തിനായിട്ട് അടിയങ്ങളെ തന്നെ സമർപ്പിക്കുന്ന കർത്താവ് ആത്മാവിലെ അടിയങ്ങളെ ജ്ഞാനം ഗ്രഹിപ്പിച്ച് ആ വഴിയിലൂടെ നടത്തി തേജസ്മേൽ തേജസ് പ്രാപിച്ച് അവിടുത്തെ സ്വരൂപത്തോട് അനുരൂപപ്പെട്ട് അവിടുത്തെ മുമ്പിൽ നിൽപ്പാൻ അടിയങ്ങൾക്ക് ധാരാളമായിട്ട് കൃപ തന്ന അടിയങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു പിതാവേ.